വർക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം. അത് ആരായാലും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. കുറെ സ്ഥലങ്ങൾ കാണാന്ന് പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ല പണിയുണ്ട്. 24 hours ഉറങ്ങാണ്ട് നിന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഷിപ്പിലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഡിലേ ആയോണ്ടേയിരിക്കും. ചില സമയത്തൊക്കെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവാൻ വരും. നമ്മള് സ്റ്റഡി സ്ഥാനായിട്ട് പറഞ്ഞാൽ മതി, പരിപാടി നമ്മുടെ അടുത്തൊന്നും നടക്കില്ല, വേറെ എന്തെങ്കിലും ഇതാക്കിയാൽ മതി എന്നുള്ള ഒരു സൈഡാവും. നമ്മളത് പറയണം. ഗുരുവായൂരിന്റെ മറ്റൊരു അഭിമാന താരം, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമുക്ക് പറയാവുന്ന തിരുവനന്തപുരത്തുകാരി ഒറ്റയ്ക്കാണ് കാർഗോ ഷിപ്പിൽ ജോലി ചെയ്യണത്. ഒറ്റയ്ക്കെന്ന് ഉദ്ദേശിച്ചത് പെൺകുട്ടിയായിട്ട് അതിൽ ഒരാളാണ്. ആ ഒരു ധൈര്യവും ചങ്കൂറ്റവും അത് അനേകം പെൺകുട്ടികൾക്ക് അനുകരിക്കാവുന്നതാണ്, മാതൃകയാക്കാവുന്നതാണ്. അവരുടെ മാതാപിതാക്കൾ നൽകുന്ന ആ ഒരു സ്നേഹവും കരുതലും അതിനേക്കാൾ ഉപരി അവർ പ്രകടിപ്പിക്കുന്ന ധൈര്യവും ഒരുപാട് ഫാമിലീസിന് പ്രചോദനവുമാണ്. അമ്മു എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. അശ്വിനി ശശീന്ദ്ര ബാബു. മിടുക്കിയുടെ കഥയിലേക്ക്, വിശേഷങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ. അപ്പോ വീണ്ടും വെൽക്കം. കടല് തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ ടൈം കടലിലാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു കടലിന്റെ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഇപ്പൊ ലീവിലാണ്. ഇനി എന്നാ തിരിച്ച് ഏപ്രിലൊക്കെ ആവുമ്പോ തിരിച്ചു പോകും. 4 വർഷമായി ഈ യാത്ര. ഇങ്ങനെ സ്കൂളൊക്കെ നമ്മുടെ ഗുരുവായൂർ തന്നെ. എവിടെയൊക്കെ ആയിരുന്നു? ഒന്ന് 10th വരെ ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും, അതുപോലെ 11th 12th ഞാൻ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. അതെ. എങ്ങനെയാണ് ഈ ഒരു എന്താ ശരിക്ക് പണിന്ന് നടത്തിട്ട് അതിലേക്ക് പോവാ, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്ക്? ഇപ്പൊ ഷിപ്പിലാണ് 4th എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഏത് ഷിപ്പിലായിരുന്നു ലാസ്റ്റ്? കണ്ടെയ്നർ വെസലിലാണ് വർക്ക് ചെയ്യുന്നത്. ഏത് കമ്പനിയുടെ? സീസ്പാൻ എന്ന് പറയും. ഓക്കെ. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെട്ടെ? അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഡിഫൻസിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതിന് ട്രൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഡിഗ്രിയും വേണമായിരുന്നു. സോ എനിക്ക് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോ എനിക്ക് ഈ മറീൻ എഞ്ചിനീയറിംഗ് കുറച്ചുകൂടി താല്പര്യമായിട്ട് തോന്നി. സോ അതിലേക്ക് ഞാൻ 4 years പഠിക്കുമായിരുന്നു. സോ ഇൻ ബിറ്റ്വീൻ ഞാൻ എന്താ പറയാ, മർച്ചന്റ് നേവിയുടെ ഇത് പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ ഡിഫൻസിന്റെ എക്സാമും എഴുതി. അങ്ങനെ നമുക്കൊരു സെക്കൻഡ് ചോയ്സ് എന്നുള്ള രീതിയിലായിരുന്നു ഇതിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ഇതിലേക്ക് കയറി പ്ലേസ്മെന്റ് ആയി. പഠിച്ചത് അത് പൂനെയിലാണ്, മാനറ്റ് എന്ന് പറഞ്ഞ കോളേജിലാണ് പഠിച്ചത്. 4 വർഷത്തെ മറൈൻ എഞ്ചിനീയറിംഗ്. എങ്ങനെയുണ്ടായിരുന്നു കോഴ്സിന്റെ സമയത്തൊക്കെ? ടഫാണ്. ലൈക്ക് 5 മണിക്ക് നമുക്ക് എണീക്കണം, 6 മണിയൊക്കെ ആകുമ്പോ PT പോണം. 1 hour നമ്മൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് 7 o'clock ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പോണം. നമുക്ക് ഇങ്ങനെ ഡിലേ ഒന്നും വരാൻ പറ്റില്ല. സോ 8 o'clock ഒക്കെ ആകുമ്പോ നമുക്കൊരു ഗ്രൗണ്ടിൽ ഇങ്ങനെ മസ്റ്റർ ഉണ്ടാവും, എല്ലാവരും അസംബ്ലി ഒക്കെ പോലെ. എന്നിട്ടാണ് ക്ലാസ്സിലോട്ട് പോവാ. 5 o'clock ഒക്കെ ആകുമ്പോ കഴിയും. അത് കഴിഞ്ഞ് വീണ്ടും സ്പോർട്സ് ആണ്. അതേപോലെ 8 o'clock ഒക്കെ ആവുമ്പോഴേക്കും എല്ലാരും ഫുഡൊക്കെ കഴിച്ച് തീരണം, അല്ലെങ്കിൽ ഫുഡ് കിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും മസ്റ്റർ എടുക്കും, ആർക്ക് എല്ലാരും ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട്. ഇതായിരുന്നു റൂട്ടീൻ, എല്ലാ ദിവസത്തെ റൂട്ടീൻ. ഒരു ദിവസം PT ആണെങ്കിൽ പിറ്റേ ദിവസം പരേഡ്, സ്വിമ്മിങ്, അങ്ങനെ പറഞ്ഞിട്ട് പോകും. ഓൾമോസ്റ്റ് ഒരു നേവി അതുപോലെ തന്നെയാണ് കൊണ്ടുവന്നത്. കാരണം ഇതിന് ഒരു ഫിസിക്കൽ ഫിറ്റ്നസും കൂടിയും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ അല്ലെ ഈ ഒരു ജോലിക്ക്. മറ്റു ജോലികൾ പോലെ അല്ലല്ലോ അല്ലെ, ഒരു ഡിസിപ്ലിൻ വേണം അല്ലെ. അത് ശരിക്കും ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പോയിട്ട് ലാംഗ്വേജ് ഒക്കെ വളരെ ഈസി ആയിരുന്നു? ലാംഗ്വേജ് ഓക്കെയാണ്. കോളേജിൽ പഠിക്കാൻ പോകുമ്പോ നമുക്ക് അത്ര അറിയില്ല, ഹിന്ദി ഒന്നും അറിയില്ല. അവരെന്തെങ്കിലും സംസാരിക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ പിന്നെ നമുക്ക് ആ ഒരു ഇതായി ഉള്ളില്, ഓക്കെ അത് പഠിച്ചെടുക്കണം. എല്ലാരും ചിരിക്കുമ്പോ നമ്മളിങ്ങനെ എന്താ പറഞ്ഞത് കളിയാക്കിയൊക്കെ ചിരിക്കുമല്ലോ അല്ലേ. അപ്പൊ അതെന്തായാലും പഠിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ ഞാൻ ലാസ്റ്റ് പഠിച്ചെടുത്തു. പിന്നെ സംസാരിച്ച് കേട്ടിട്ട് പഠിച്ചു. ഹിന്ദി ഫ്ലുവന്റ് ആണ്, ഹിന്ദി ഓക്കെയാണ്, ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആണ്. ഇത്തിരി റാഗിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതൊന്നും പാടില്ല എന്നുള്ളതുണ്ട്, അതുകൊണ്ട് അതൊന്നും ഇല്ല. സാധാരണ കോളേജുകളിലൊക്കെ റാഗിങ് ഉണ്ട്, പക്ഷെ നമ്മുടെ കോളേജിൽ അതൊന്നും ഇല്ല. അപ്പൊ ആ ഒരു കാര്യത്തിൽ സേഫാണ്. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന്റെ സങ്കടവും പ്രശ്നങ്ങളും ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അത് ഓക്കെ ആയി. പിന്നെ അത് ആസ് പാർട്ട് ഓഫ് ജോബ് ആണ്.
അങ്ങനെ ആയി. ഈ ഒരു ബോൾഡ്നെസ് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു? സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നോ ടീച്ചേഴ്സ് ഒക്കെ ഇങ്ങനെ? കംപ്ലൈന്റ്സ് ഒന്നും വരാറില്ല, പഠിക്കും ചെയ്യും. കാരണം പഠിച്ചാലേ സ്പോർട്സിന് പോകാൻ പറ്റുള്ളൂ. അപ്പോ സ്പോർട്സിന് വേണ്ടി പഠിക്കും. അപ്പൊ അത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്തായാലും കളിക്കുന്നോണ്ടൊന്നും വലിയ സ്പോർട്സിലായിരുന്നു ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. വല്ല ഇവന്റ്സിലൊക്കെ പങ്കെടുക്കുന്നു? കൊക്കോ ഉണ്ടായിരുന്നു, ഡിസ്ട്രിക്ട് ലെവൽസ് ഒക്കെ പോവും. ശ്രീകൃഷ്ണയിലല്ലേ? ഗുരുവായൂർ ദേവസ്ഥ സ്കൂളിലെ പോവായിരുന്നു. പിന്നെ കോളേജിലുണ്ട്, റോയിങ്ങിന് പോവായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ നമ്മള് ചാമ്പ്യൻസ് ആണ്. അങ്ങനെ. ഓ, അടിപൊളി. പിന്നെ അവിടുന്ന് പഠിച്ച് നമ്മൾ ലാസ്റ്റ് ഇയർ ആവുമ്പോഴേക്കും നമുക്ക് പ്ലേസ്മെന്റിന് വരും കമ്പനീസ്. പിന്നെ ഞാൻ അത് അപ്ലൈ ചെയ്തു, പുറത്തോട്ട് അപ്ലൈ ചെയ്തു. ആ ടൈമിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗേൾസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാൻ. എന്റെ ക്ലാസ്സിൽ തന്നെ 7 ഗേൾസേ ഉള്ളൂ. അതിൽ ഒരാൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആ ടൈമില്. ഇപ്പോഴാണ് കുറെ ഗേൾസ് ഈ ഫീൽഡിലേക്ക് തന്നെ വരുന്നത്. അപ്പോ ആ ടൈമിൽ ഞാൻ പുറത്തുനിന്ന് അപ്ലൈ ചെയ്ത് എന്തോ ഇന്റർവ്യൂ ഒക്കെ ഇതാക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് എനിക്ക് കിട്ടിയതാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ കയറിയത്. ഈ പെൺകുട്ടികൾ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായില്ല അല്ലെ? അച്ഛനും അമ്മയും ഇങ്ങനെ അവരും നല്ല സ്ട്രോങ് ആയതുകൊണ്ട് അല്ലേ? മോളെ പറ്റി നല്ല ധൈര്യമുണ്ട്. പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ഷിപ്പ് എങ്ങനെയായിരുന്നു? ഏതായിരുന്നു അത്? എനിക്ക് 14K വെസൽ എന്ന് പറയും. ഭയങ്കര വലിയതാ. നമുക്ക് ഒരു 363 മീറ്റർ വലുതുള്ള ഷിപ്പിലാണ് ഞാൻ ഫസ്റ്റ് പോയത്. സിംഗപ്പൂരിൽ നിന്നായിരുന്നു ജോയിനിങ്. അതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടുന്ന് ഫ്ലൈ ചെയ്ത് സിംഗപ്പൂർ എത്തി. അതെ അതെ. അവിടെ എത്തിയിട്ട് അവിടുന്ന് അവര് ജോയിൻ ചെയ്യിപ്പിക്കും. ആരൊക്കെയാ ഉള്ളത് അവരുടെ കൂടെ അങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കും. അന്ന് മറ്റു വേറെ പെൺകുട്ടികൾ ഉണ്ടായിരുന്നു? ഒപ്പം ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുന്ന വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരേ ഉള്ളൂ? 2 ഗേൾസ്. മൊത്തം എത്ര ക്രൂ ഉണ്ട് അതില്? ഒരു 25-26 വരും. അതിൽ നിങ്ങൾ 2 പേരാണ്. നിങ്ങക്ക് പേടിയുണ്ടായിരുന്നോ ആദ്യത്തെ? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി ആദ്യത്തെ എന്താ വെച്ചാ, അയ്യോ ഷിപ്പ് എന്താ ചെയ്യണ്ടേ, ഐഡിയ ഇല്ല എന്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന്. അവിടെ പോയി കഴിഞ്ഞ് ഒരാഴ്ച അല്ലെങ്കിൽ 2 വീക്സ് കഴിഞ്ഞാൽ നമ്മൾ അതിലൊന്ന് സെറ്റിൽ ആവുള്ളൂ. എന്താ ഇവിടെ നടക്കുന്നേ, ഇതൊക്കെ ആരാ? കാരണം ഡിഫറെന്റ് നാഷണാലിറ്റീസ് ആണ് ക്രൂ അവിടെ. പല രാജ്യങ്ങളുള്ള ആൾക്കാരാണ് അല്ലെ. എന്താ പറയാ, യുക്രൈനിയൻ, ബംഗ്ലാദേശി, ശ്രീലങ്കൻ, എല്ലാവരുടെയും ലാംഗ്വേജസ് ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. ഫിലിപ്പിനോസ് ഒക്കെ. അത് കൂടെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ അത് ഓക്കെ ആയി. എങ്ങനെയുണ്ടായിരുന്നു ജോബ്? ഇങ്ങനെ ആലോചിക്കുമ്പോ ജോബ് ഫസ്റ്റ് ഞാൻ കാഡറ്റ് ആയിട്ടാണ് കയറിയത്. അപ്പൊ കുറച്ച് ടഫാണ്. അവര് എല്ലാ ജോലിയും ചെയ്യിപ്പിക്കും. ഓഫീസേഴ്സ് നമ്മള് ജൂനിയേഴ്സ് വരുമ്പോ അതുപോലെ ചെയ്യിപ്പിക്കുമ്പോ എല്ലാം ചെയ്യിപ്പിക്കും. പ്രത്യേകിച്ച് എന്റെ എഞ്ചിൻ സൈഡാണ് എനിക്ക്. അപ്പോ 8 to 5 ആണ് വർക്ക് വരുന്നത്. അപ്പൊ ഒരു സ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടി വരെ എത്തുന്നതാണ്. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് പോകേണ്ടി വരും. ഇപ്പൊ എന്തെങ്കിലും സ്പാനർ എടുക്കാൻ വേണ്ടിട്ട് പറയും. അപ്പൊ നമ്മൾ മേലെ പോണം. മേലെ പോയിട്ട് അത് എടുത്തിട്ട് താഴെ എത്തുമ്പോഴേക്ക് ചിലപ്പോ അതാവില്ല. അപ്പൊ വീണ്ടും ചേരാൻ പറയും. അപ്പൊ ഭയങ്കര ടഫാണ് ജോലി. ഭയങ്കര ചൂട്. ചില സമയത്ത് നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. നമ്മുടെ അറൈവൽ ഡിപ്പാർച്ചർ ടൈമിലൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിൽ കോൾ വരാം. ഉറങ്ങണ സമയത്ത് ഓക്കെ വരൂ, ഓക്കെ താഴെ വരൂ, ഇത്ര സമയം. അവിടെ ചില സമയത്ത് 24 hours ഉറങ്ങാണ്ട് നിന്നിട്ടുണ്ട്. ഓയിലൊക്കെ നമ്മള് ഷിപ്പിലോട്ട് എടുക്കും. ബങ്കറിംഗ് എന്ന് പറയുക തന്നെ. അപ്പൊ ആ ഓയിലൊക്കെ ഫുള്ള് ഷിപ്പിലേക്ക് എടുക്കുമ്പോ നമുക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല ചില സമയത്ത്. അത് കഴിഞ്ഞിട്ട് കിട്ടിയാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ട്. ഈ കടലിലായതുകൊണ്ട് തന്നെ മറ്റു ഒരു പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് കടൽ ഇതും സീ സിക്നസും. അതെ, എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് ഓക്കെ ആയിരുന്നു. അത് ചില കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് സീ സിക്നസ് വരുമ്പോ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരുന്ന പോലെയും അത്. പക്ഷെ പിന്നെ അത് കുറെ കഴിഞ്ഞാൽ നന്നായിട്ട് കോപ്പപ്പ് ആയിട്ട് വരും. അമ്മൂന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സ്റ്റാർട്ടിങ്ങില്? അതൊരു ലക്കാണല്ലേ ശരിക്കും. ഈ നിങ്ങളുടെ ഇപ്പൊ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണാം, ഇങ്ങനെ ഫുള്ള് ചെളിയിലും അതിനകത്ത് ഇങ്ങനെ ആകെ കരി പറഞ്ഞിട്ട് എഞ്ചിൻ റൂമിലൊക്കെ ഇങ്ങനെ ആകെ. ശരിക്കും ഇത് പെൺകുട്ടികൾക്ക് പറ്റിയ ഒരു ജോബാണോ? പറ്റിയ ജോബാണ്. ഒരു പ്രശ്നമില്ല. ഇല്ല, പ്രശ്നമില്ല. എല്ലാരും ഒരേപോലെ വർക്ക് ചെയ്യുന്നു. എല്ലാവർക്കും അത് ജനുവനായിട്ട് ചെയ്യുവാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പൊ നമ്മള് മടി പിടിച്ച് അയ്യോ എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മള് ബാക്കിലോട്ട് ഇരിക്കുകയുള്ളൂ. ഒരു ഇനീഷ്യേറ്റ് ചെയ്യണ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ അല്ലെ ഇതിനകത്ത്.
പഠിക്കാനും നമ്മള് പഠിച്ചു വന്ന സാധനമാണ്. നമ്മൾ ആ റാങ്കിൽ ഇരിക്കുമ്പോ ഇപ്പൊ നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമുക്കാണ് ആ പ്രഷർ വരും. അതെന്താ ചെയ്യാത്തത്, എന്താ അത് വരാത്തതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തേ പറ്റൂ. ഇങ്ങനെ വരും. എത്ര കാലം ഉണ്ടായി ആ ഫസ്റ്റ് ട്രിപ്പ്? 1 ഇയർ ഉണ്ടായോ? അല്ല, അത് 7 months ചെയ്തായിരുന്നു അത്. അതിനുശേഷം പിന്നെ ലീവ് അത് പിന്നെ ഒരു 3-4 months വന്നു. അവര് തരണേന്നനുസരിച്ചാണ്. ഷിപ്പ് അലോട്ട് ചെയ്യാനായിട്ട് ചിലപ്പോ ഡിലേ ആവാം. സമയത്ത് എവിടെയാണോ ഗ്യാപ്പ് ഉള്ള അവിടെയാണ് അവർ ഫില്ല് ചെയ്യാ. അങ്ങനെ സെക്കൻഡ് ജേർണി അത് കയറിയത് ബ്രസീലിനായിരുന്നു. അത് ഇതുപോലെ ഫ്ലൈ ചെയ്ത് ബ്രസീലിൽ പോയി. അവിടുന്ന് ഈ ഇങ്ങനെ ഈ ഒരു കടലിലെ യാത്ര, കാരണം കുറെ ആൾക്കാർക്കൊന്നും ആർക്കും ഇത് ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. എങ്ങനെയാണ്, പ്രത്യേകിച്ച് കണ്ടെയ്നർ ഷിപ്പ് ആവുമ്പോ കുറച്ച് ഹാർഡാന്ന് തോന്നുന്നു അല്ലെ? ഒരു ഡ്രൈനെസ് അല്ലേ ശരിക്കും അതിനകത്ത്? വേറെ ഓർമ്മകളൊന്നുമില്ലോ, നിങ്ങൾ ജോലി ചെയ്യാ തിരിച്ചു പോവാ, എങ്ങനെയാണ്? അപ്പൊ വീടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ് ചെയ്യും. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വല്ല പാർട്ടിയോ അങ്ങനത്തെ കാര്യങ്ങളോ? പാർട്ടികളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക്. ഇങ്ങനെ ഇപ്പൊ 1 month സെയിലിംഗ് ഉണ്ട് വിചാരിക്കും. ഇപ്പൊ സിംഗപ്പൂർ ടു ബ്രസീൽ എന്ന് പറയുന്നത് 1 month സെയിലിംഗ്, അറൌണ്ട് 20-26 days എടുക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് 2 പാർട്ടി വെച്ചിട്ട് വെക്കും. ഫസ്റ്റ് കോസ്റ്റിംഗിൽ നമുക്ക് പാർട്ടി ഒന്നും വെക്കാൻ പറ്റില്ല, കാരണം ഓരോരോ പോർട്ടിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയോണ്ടിരിക്കുമ്പോ നമുക്ക് ഡ്രിങ്ക്സോ അതോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാവുമ്പോ 1 month സെയിലിംഗ് ആവുമ്പോ നമ്മൾ ഫ്രീ ആണ്, ടോട്ടലി ഫ്രീ ആണ്. അപ്പോ 2 പാർട്ടീസ് ഒക്കെ വെക്കും, കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി ഡ്രിങ്ക്സും അതൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ്. അങ്ങനെ ശരിക്കും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് അറിയാതെ പോണല്ലേ. കാരണം നമ്മുടെ കമ്പനിയിൽ എന്താ വെച്ചാൽ അധികം ഇന്റർനെറ്റ് ഇല്ല. വീക്ക്ലി 6 GB ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോ അതും നമ്മൾ കുറച്ച് വേണം യൂസ് ചെയ്യാൻ. പണ്ടൊക്കെ ജസ്റ്റ് ഞാൻ കേറുന്ന സമയത്ത് 500 MB ആയിരുന്നു. അത് 1 week യൂസ് ചെയ്യണം 500 MB. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോ ഒരു വീഡിയോ കോൾ ചെയ്യുമ്പോ തന്നെ അത് ഫുൾ ആയിട്ട് പോകും. ഇവിടെ നമ്മളിങ്ങനെ കുറച്ച് വേണം യൂസ് ചെയ്യാൻ, ഓഡിയോ കോൾ ഇതൊക്കെ വെച്ചിട്ട്. പലപ്പോഴും ഇപ്പൊ ആദ്യത്തെ ട്രിപ്പില് ജേണിയില് 2 പേരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചില ട്രിപ്പിലൊക്കെ ഒറ്റയ്ക്കായിരിക്കും. അതെ, കഴിഞ്ഞ ഷിപ്പിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ ഇതൊക്കെ മാനേജ് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. ഓക്കെ ആയിരുന്നു. എല്ലാരും നല്ല കമ്പനി ആയിരുന്നു. എല്ലാരും നല്ല സപ്പോർട്ടീവ് ഹെൽപ്പ് ഒക്കെ ആയ കാരണം അവരുടെ കൂടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് പോയ ഷിപ്പ്. അത്രയും എല്ലാരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. 25 ആൾക്കാരും ഭയങ്കര ക്ലോസ് ആയിരുന്നു. എല്ലാരും നല്ല സപ്പോർട്ട് ചെയ്യും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അവർ വന്ന് ഹെൽപ്പ് ചെയ്യും. നമ്മളോട് നല്ല കമ്പനി ആയിരുന്നു. സാധാരണ നമ്മുടെ നാട്ടില് പറയില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് പോണെങ്കിൽ പെൺകുട്ടികളുടെ കൂടെ 2 ആൾക്കാർ ബോഡി ഗാർഡ് വേണം, അല്ലെങ്കിൽ വേറെ കുറെ ആൾക്കാർ. നമ്മൾ അങ്ങനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഷിപ്പിലും ജോയിൻ ചെയ്യാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഡിലേ ആയോണ്ടേയിരിക്കും. അവരെന്നോട് ചോദിച്ചു, ഓക്കെ ആണോ ഒറ്റയ്ക്ക് പോവാൻ? അതുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ വിടുന്നത്. ഞാൻ ഓക്കെ ആണ്. പോയി. എല്ലാരും കമ്പനിയാണ്, നല്ല ക്രൂവിനെ കിട്ടിയതുകൊണ്ട് എല്ലാം സെറ്റ് എൻജോയ് ചെയ്തു. ഇപ്പൊ എന്താ പൊസിഷൻ? എന്താ? ഞാൻ ഇപ്പൊ 4th എഞ്ചിനീയർ ആണ്. ശരിക്കും എന്തൊക്കെയാ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരാറ് ഷിപ്പില്? എനിക്ക് വരുന്നത് എന്റെ അണ്ടറിൽ വരുന്നത് പ്യൂരിഫയർ വരും, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരുന്നുണ്ട്, കംപ്രസേഴ്സ് വരുന്നുണ്ട്, പിന്നെ എല്ലാ ഫ്യൂൽ ഓയിൽ, എന്താ പറയാ എഞ്ചിനിന് വേണ്ട ഫ്യൂല് അതൊക്കെ ചെയ്യണത് ഞാനാണ്. ട്രാൻസ്ഫർ ചെയ്യണത് ഇന്ന ടാങ്കിൽ നിന്ന് ഇതിലോട്ട്, അതൊക്കെ എന്റെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ പോർട്ടിലെത്തുമ്പോ നമുക്ക് എത്ര ഓയിൽ വേണം അത്, അപ്പൊ ആ ഒരു ഓപ്പറേഷൻ ഒക്കെ എന്റെ അണ്ടറിലാണ് വരുന്നത്. ശരിക്കും ഒരു പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു കുറച്ചും കൂടി സീനിയർ ഒരു ഇതിലേക്ക് എത്തി. സീനിയർ ആയിട്ട് അതിങ്ങനെ ഓരോ റാങ്ക് കൂടുമ്പോ നമുക്ക് ഓരോന്ന് അണ്ടറിൽ വരും. അങ്ങനെ റെസ്പോൺസിബിലിറ്റി വരും, അതിനനുസരിച്ച് കൂടും അല്ലെ. റിസ്ക് ആണ്. ഇപ്പൊ ഒരുപാട് കൺട്രീസിൽ ആയിണ്ടാവില്ലേ? ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ എത്ര കൺട്രീസ്? 15-20 പോയിട്ടുണ്ടാവും. അവിടെയൊക്കെ പോർട്ടിൽ നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റും, കാണാനായിട്ട് പറ്റും അല്ലെ. ഇത് എങ്ങനെയാ അങ്ങനത്തെ ഒക്കെ ഒരു എക്സ്പീരിയൻസ്? കുറെ സ്ഥലത്ത് പോയി, ലൈക്ക് US പോയി, പിന്നെ ലിവോർണോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം, അത് ഈ ലീനിങ് പിസ അല്ലേ, ചിരഞ്ഞ ഗോപുരം, അവിടെയൊക്കെ പോയി കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിങ്ങനെ ഓരോ ആൾക്കാർ ഇങ്ങനെയൊക്കെ പിടിച്ച് ചെയ്യുമ്പോ നമുക്കൊരു ക്രേസ്, ഓക്കെ നമ്മൾ അങ്ങനെ ചെയ്യാം. അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ പോയി. പിന്നെ ലാസ്റ്റ് ഇപ്പൊ പോയത് ബ്രസീൽ, അങ്ങനത്തെ കൺട്രീസിൽ, അർജന്റീന, അവിടെയൊക്കെ പോയി പുറത്തിറങ്ങി എൻജോയ് ചെയ്തിട്ട് വന്നു. ടൂറൊക്കെ പോയി, ബസ് ടൂർ. ഞങ്ങള് രാവിലെ പോയിട്ട് രാത്രിയാ വന്നത്. അതെന്താ വെച്ചാൽ നമുക്ക് വർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോവാം, നമ്മുടെ ഡ്യൂട്ടി അല്ല ആ ദിവസം. അപ്പം നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങിയിട്ട് കണ്ടിട്ട് വരാം. അങ്ങനെ
ഒരു ദിവസം 2 ദിവസമൊക്കെ കിട്ടുമോ സാധാരണ? ചില പോർട്ടിലൊക്കെ അർജന്റീനക്ക് പോയപ്പോ ചിലപ്പോ 2 ദിവസം ഉണ്ടാവും. ഇപ്പൊ എന്താ വെച്ചാൽ എല്ലാ ക്രൂവും ഒരുമിച്ച് പോകാൻ പറ്റില്ല ഓക്കെ. ഷിപ്പിന്ന്. 50% അപ്പൊ ഇന്നിപ്പോ ഒരു ടീം പോയി കഴിഞ്ഞാല് നെക്സ്റ്റ് ഡേ ഞാൻ അല്ലെങ്കിൽ വേറെ ടീം അടുത്തൊരു ടീം അങ്ങനെ. എല്ലാവർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ല. ഈ പല കൺട്രികള് അല്ലെങ്കിൽ ഈ ഒരു റൂട്ടീൻ തന്നെ വ്യത്യാസമാണല്ലോ. ഉറക്കം വ്യത്യാസം, ഇങ്ങനെ കടലിന്റെ അകത്തെ ജീവിതം, ഇത് ശരിക്കും നമ്മളെ ഫിസിക്കലി ഭയങ്കര ടൈം അഡ്വാൻസ് ചെയ്തോണ്ട് പോകും ഞങ്ങക്ക്. ചില കൺട്രിക്ക് പോകുമ്പോ 1 hour അഡ്വാൻസ് പറഞ്ഞിട്ട് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഉറക്കം ഇതാവാനായിട്ട്. വേഗം എണീക്കും വേണം ചില സമയത്ത്. അപ്പൊ രാവിലെ ഒക്കെ ആകുമ്പോഴേക്കും ഉറങ്ങാൻ പോവന്നെ നമ്മള് 3 o'clock 4 o'clock ആകുമ്പോ ഈ അഡ്വാൻസ് ചെയ്തിട്ട്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചില സമയത്ത് പണിയെടുക്കാൻ പോകുമ്പോഴും ഭയങ്കര ഇങ്ങനെ പോയോണ്ടിരിക്കും. എന്താണ് ശരിക്ക് സ്ട്രെങ്തൻ ചെയ്യണേ? നമ്മുടെ ചിലപ്പോ നമ്മൾ പറയില്ല, നമ്മുടെ ഒരു പാഷനാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണേ. ഇപ്പൊ ചിലർക്ക് വീട്ടിലെ സാഹചര്യങ്ങൾ, ഇപ്പൊ അമ്മൂന്റെ കേസിലൊന്നും വീട്ടിലെ സാഹചര്യങ്ങളൊന്നും അത്ര പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഒരു പാഷൻ ആയിരിക്കും അല്ലെ? പാഷനാണ്. ഇപ്പൊ അതിൽ കേറിയോണ്ട് അത് എൻജോയ് ചെയ്യുന്നു ഭയങ്കരമായിട്ട്. അനിയനും ഉണ്ട്, അവനും ഇതിലേക്ക് തന്നെയാണ് വരണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവൻ അതാണ് പഠിക്കുന്നത്. എല്ലാം കൂടി ആകുമ്പോ നമുക്ക് ചെയ്യണം. നല്ല റാങ്കും ആണ്, നല്ല എല്ലാം ഓക്കെയാണ്. പിന്നെ കുഴപ്പമില്ല, കുറെ രാജ്യങ്ങൾ കാണാം. ഇങ്ങനെ എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് കടലിന്റെ ഉള്ളിലൊക്കെ ആകുമ്പോഴേ ഇപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ വെതറും അതുപോലെ തണ്ടർ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടോ? നമ്മളിങ്ങനെ പേടിച്ചു പോകുന്ന സമയങ്ങള്? ഇല്ല, നമ്മൾ മാക്സിമം അങ്ങനത്തെ വെതർ വരുമ്പോ നമ്മളത് അവോയ്ഡ് ചെയ്യും. നമുക്കത് ആദ്യം തന്നെ മനസ്സിലാവും. ചില സമയത്ത് ഭയങ്കര റോളിംഗ് ആയിരിക്കും, നമ്മൾ ഉറങ്ങുമ്പോ ഇങ്ങനെ പോകും. നോർമൽ ആണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാ സാധനങ്ങളും ഇങ്ങനെ അതിങ്ങനെ പോകും. മാക്സിമം എന്താ വെച്ചാല് ക്യാപ്റ്റൻസ് അവർക്ക് അറിയാൻ പറ്റും മുന്നേ തന്നെ. ആ സ്ഥലം പോകുമ്പോ ഓക്കെ ആ സൈഡ് ആവുമ്പോ ഇത്ര സ്റ്റോം അത് ഇത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. ചില പോർട്ടിൽ തന്നെ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. വെതർ ഇങ്ങനെ ആയിട്ട് റോപ്സ് നമ്മൾ ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവല്ലോ ഷിപ്പിനെ ഇതാക്കിയിട്ട്. അപ്പൊ ഈ റോപ്പൊക്കെ കാറ്റ് കാരണം റോപ്പ് പൊട്ടും, വലിയ റോപ്പ്. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് കുറെ ഷിപ്പുകളിൽ. ഞങ്ങളുടെ തന്നെ കുറെ ഷിപ്പുകളിൽ തന്നെ ആൾക്കാരെ തലയൊക്കെ പോയതും അങ്ങനത്തെ ആക്സിഡന്റ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ നമ്മള് സൂക്ഷിച്ചാൽ കുഴപ്പമില്ല. ആരും ഒരാളുടെ റെസ്പോൺസിബിലിറ്റിയും സേഫ്റ്റിയും ഒന്നും നോക്കില്ല. നമ്മൾ തന്നെ സൂക്ഷിക്കണം ഓരോന്ന് വർക്ക് ചെയ്യുമ്പോ. കാരണം ഈ റോപ്പൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടാവും ടൈ ചെയ്തിട്ടൊക്കെ ഉണ്ടാവുക. അപ്പോ കാറ്റിന്റെ ഇടയിലും ഓരോന്ന് ചെയ്യുമ്പോ ഇത് ഇങ്ങനെ അടിച്ചടിച്ച് പോവും. ഇത് ഓരോന്ന് വിടുമ്പോ തയ്ക്കാൻ നമ്മൾ 2 കഷ്ണാവും ഫോഴ്സില്. അങ്ങനത്തെ ഭയങ്കര ഇതുണ്ട്. ശരിക്കും നന്നായിട്ട് സൂക്ഷിക്കും വേണം അല്ലെ? സേഫ്റ്റി ഒരു പ്രധാന ഒരു തന്നെയാ. അതെ, ഒന്നുമില്ല, ജസ്റ്റ് എഞ്ചിൻ റൂമിൽ തന്നെ ഇപ്പൊ സ്റ്റേഴ്സ് ഇറങ്ങി പോകുമ്പോ തന്നെ നേരെ സ്ലിപ്പായി പോവും. അത് മര്യാദക്ക് വെച്ചില്ലെങ്കിൽ നേരെ അടിക്കിട്ട് പോവും. അത് സൂക്ഷിച്ചു വേണം ഓരോന്ന് ഇറങ്ങാന്ന് പറയാം. എപ്പോഴും കോണ്ടാക്ട് ഉണ്ടാവണം കയ്യില്, അല്ലെങ്കിൽ നേരെ പോവും. പോക്ക് തലയടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഭയങ്കര എപ്പോഴും എഞ്ചിൻ റൂമിലൊക്കെ വരുമ്പോ സേഫ്റ്റിയാണ് പറയുന്നത്. അത് ഹാർനസ് ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഹൈറ്റിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഹാർനസ് അത് തന്നെ യൂസ് ചെയ്യണം. ഈ ഷിപ്പിനകത്ത് ഇപ്പൊ പെൺകുട്ടികൾ ഒറ്റയ്ക്കാവുമ്പോ നമ്മള് സാധാരണ പേരൻസ് ഒക്കെ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സാധാരണ ഒരു പെൺകുട്ടി ഒറ്റയ്ക്കാവുമ്പോ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ വല്ല കരാട്ടെ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? കരാട്ടെ ഒന്നും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? ചില സമയത്തൊക്കെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവാൻ വരും. നമ്മള് സ്റ്റഡി സ്ഥാനായിട്ട് പറഞ്ഞാതേ പരിപാടി നമ്മുടെ അടുത്ത് നടക്കില്ല, വേറെ എന്തെങ്കിലും ഇതാക്കിയാൽ മതി ഒരു സൈഡാവും. നമ്മള് പറയണം. നമ്മള് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് പറയാം ഡയറക്റ്റ് ആയിട്ട്. ഞാൻ ക്യാപ്റ്റനോട് പോയി കംപ്ലൈന്റ് ചെയ്യും, ചീഫ് എഞ്ചിനീയറോട് പോയി കംപ്ലൈന്റ് ചെയ്യും. പക്ഷെ ആൾക്കാർ അങ്ങനെ വരില്ല. ഇപ്പൊ ആൾക്കാർക്ക് അറിയാം, പണ്ടൊക്കെ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പൊ ഒക്കെ ഭയങ്കര സേഫ്റ്റിയാണ്, എല്ലാതും ഭയങ്കര സേഫ്റ്റിയാണ്. ആരും ഒന്നും ഒരു രീതിയിലും ചെയ്യാൻ പറ്റില്ല. നമ്മള് എല്ലാരും ഒരേപോലെ അവിടെ. അത് ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോവാം. പിന്നെ ഈ പണിക്ക് വരാനേ പറ്റില്ല. നമുക്കൊരു CDC ബുക്ക് ഉണ്ടായാല് അവര് പറയും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാമ്പ് അടിച്ചിട്ട് വിടും. പിന്നെ നമുക്ക് വരാൻ പറ്റില്ല, സാക്ക് ചെയ്യും അവര്. പിന്നെ ഒരു കമ്പനിയിലും പറ്റില്ല അല്ലേ? അങ്ങനെ ചെയ്തിടും അവര്. ഇപ്പൊ ആ കമ്പനിന്ന് പോയാൽ ഓക്കെ, വേറെ കമ്പനി നമുക്ക് കിട്ടും. പക്ഷെ ചിലവരെന്താ വെച്ചാൽ ഫുള്ളി സാക്ക് ചെയ്യും ഇങ്ങനത്തെ ഒക്കെ പരിപാടി വരുമ്പോ. ഹരാസ്മെന്റ് എങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യുമ്പോ വീട്ടിലേക്ക് പോകും. പിന്നെ ഈ ഫീൽഡിലേക്ക് പിന്നെ അവർക്ക് വരാൻ പറ്റില്ല. അങ്ങനെ ഈ കാഷ്വാലിറ്റീസ് നമുക്കറിയാലോ, ഈ ഷിപ്പും ഇതിലൊക്കെ ഇങ്ങനത്തെ വല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ എഞ്ചിനീയറിംഗ് സൈഡ് ആയതുകൊണ്ട് കാഷ്വാലിറ്റീസിന് ഒരു സാധ്യത ഉണ്ടല്ലോ. അങ്ങനെയൊക്കെ വരുമ്പോ എന്താ ചെയ്യാ? നിങ്ങക്ക് പെട്ടെന്നുള്ള ഒരു എമർജൻസി കേസിലൊക്കെ
ഇപ്പൊ മിഡിൽ ഓഫ് ദ സീ ആണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആക്ച്വലി. സെക്കൻഡ് ഓഫീസറാണ് ഞങ്ങളുടെ ഇതില് ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, ഹോസ്പിറ്റൽ എന്നുള്ള സംഭവം. ആളാണ് ഇത് പഠിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. ചില സമയത്ത് ആള് പോലും പ്രോപ്പർ ഡോക്ടർ അല്ലല്ലോ, ജസ്റ്റ് അറിയാം എന്തൊക്കെ മെഡിസിനാ കൊടുക്കേണ്ടത്, പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൂ. അത് നമുക്കൊരു വീഡിയോ കോൾ ഒക്കെ ചെയ്യാൻ പറ്റും ഒരു ഹോസ്പിറ്റൽ ഇതിനായിട്ട്. അപ്പൊ അവര് പറയണതിനനുസരിച്ച് നമ്മൾ ചെയ്യും. പക്ഷെ മിഡിൽ ഓഫ് ദ ദിവസം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത പോർട്ട് എത്തണ വരെ പിടിച്ചു നിൽക്കേണ്ടി വരും. എന്റെ ഷിപ്പിൽ തന്നെ ഇതേപോലെ ഒരാൾക്ക് ഇതേപോലെ കൈ ഇവിടുന്ന് കട്ട് ചെയ്ത് പോയി. ഞങ്ങള് വർക്ക് ചെയ്യണതിന്റെ ഇടയിൽ ഈ സാധനം ഹാമർ ചെയ്തതെന്തോ നേരെ വന്ന് താഴെയിട്ട് കൈന്റെ ഒരു പീസ് പോയി. പക്ഷെ ഇനി ഞങ്ങൾ പോർട്ടിക്ക് എത്താൻ 3-4 days ഉണ്ട്. ആൾക്കത് പിടിച്ചു നിന്നേ പറ്റുള്ളൂ. അപ്പൊ ഈ സാധനം കൈയിന്റെ പകുതി ഭാഗം ഇവിടെ വെച്ചിട്ട് ഇതാക്കിട്ട് ഐസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ആള് വേദന സഹിച്ചിട്ട് ഇരിക്കുക. ബട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേസില്. നമ്മള് പോട്ട് എത്തണ വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഇത് അത്ര എളുപ്പമുള്ള പണിയല്ല എന്നുള്ള അല്ലെ. കുറെ രാജ്യങ്ങൾ കാണാം, ശരിക്കും ത്രില്ലിംഗ് ആണ്. പക്ഷെ അല്ലെ എന്താ അങ്ങനെ അത് അത്ര എളുപ്പമല്ല എന്ന് പറയണ കാരണം ഞാൻ വർക്ക് ചെയ്യണ സ്ഥലം എന്ന് പറയുന്നത് അറൌണ്ട് എഞ്ചിൻ റൂമിലാണ്. നല്ല നോയ്സ് ആണ്. ഈ ഇയർ മഫ് ഇല്ലാണ്ട് അവിടെ പണിയെടുക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ ഭയങ്കര ചൂടാണ്. അറൌണ്ട് 35 ഡിഗ്രി സെൽഷ്യസിലാവും എല്ലാ ദിവസവും വർക്ക് വരിക. ചില ഇപ്പൊ സിംഗപ്പൂർ എന്നുള്ള അവിടെയൊക്കെ ആ പ്ലേസസിലൊക്കെ പോകുമ്പോ അറൌണ്ട് 40 ഡിഗ്രിയിലേക്ക് ചൂട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫുൾ സ്വെറ്റിംഗ് ആണ്. അതിന്റെ ഇടയിൽ നമ്മൾ വർക്ക് ചെയ്യണം. അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം. അത് ആരായാലും, ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. നമ്മളിപ്പോ ഓക്കെ പൈസ ഉണ്ട്, ജോലി ഒക്കെ കിട്ടി, കുറെ സ്ഥലങ്ങൾ കാണാന്ന് പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഭയങ്കര പണിയുണ്ട്. എക്സാം കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നല്ല പണിയുണ്ട്. ഏത് എഞ്ചിൻ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഡെക്ക് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നല്ല വർക്ക് ഉണ്ട്. ഉറക്കം പോലും ഇല്ല ചില സമയത്ത്. ഭയങ്കര ചിലപ്പോ ഒരു ദിവസം ഫുൾ ഉറങ്ങാണ്ടിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാവും നമുക്ക് റെസ്റ്റ് എന്തെങ്കിലും കിട്ടിയാലായി. അപ്പോ ഇതൊക്കെ പറയാനുള്ളത്. എന്ത് വന്നാലും എടുക്കണം. ജോലിയൊക്കെ അടിപൊളിയാണ്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. എല്ലാം ഫ്രീ ആണ്. ടാക്സ് ഇല്ല, നമുക്ക് ഒന്നുമില്ല. എന്താണോ വർക്ക് ചെയ്യുന്നത്, എന്താ അവര് പറഞ്ഞിട്ടുള്ള നമ്മുടെ സാലറി അത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എവിടെയും കുറയല്ലോ അതോ ഒന്നുമില്ല. പിന്നെ USD-യിലാണ് നമ്മുടെ സാലറി വരുന്നത്. ഒന്നും ഒരു പ്രശ്നമില്ല. വർക്ക് സാലറി എന്ന് പറഞ്ഞപ്പോ ചിലപ്പോ പറയില്ലേ ആൺകുട്ടികൾക്ക് ഒരു സാലറി, പെൺകുട്ടികൾക്ക് വേറെ സാലറി, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കാരണം ആൺകുട്ടികൾ കൂടുതൽ പണിയെടുക്കും, അങ്ങനെയൊന്നുമില്ല. അവിടെ ഗേൾസ് ബോയ്സ് ഒന്നുമില്ല. ഗേൾ ആയാലും ബോയ് ആയാലും വർക്ക് ചെയ്യണം, ഒരേപോലെ വർക്ക് ചെയ്യണം. എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ആൾക്കാരോട് ചോദിക്കാന്നല്ലാണ്ട് ഒരാളും നമ്മളങ്ങനെ പെൺകുട്ടി ആയതുകൊണ്ട് അന്ന് മാറിയിരുന്നൊന്നും പറയുന്നില്ല. അങ്ങനൊന്നുമില്ല. അത് അവർക്കുള്ള പ്രഷർ എങ്ങനെയാണോ സെയിം തന്നെ നമുക്കും തരുന്നത്. ഓക്കെ ഇത്രയും സമയത്തിന്റെ ഉള്ളിൽ ഇത് വർക്ക് ചെയ്തിട്ട് ഇത് ഓടിച്ച് കിട്ടണം എനിക്ക് എന്ന് പറയവര്. നമ്മള് എങ്ങനെയായാലും ചെയ്തേ പറ്റുള്ളൂ. ചില സമയത്ത് ഓരോരോ അലാംസ് വരുമ്പോ നമുക്ക് അറിയില്ല അതെന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ ചെയ്തേ പറ്റൂ. നമ്മൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തിട്ട് നമ്മുടെ എന്താണ് ചീഫ് എഞ്ചിനീയർ അവരോട് റിപ്ലൈ നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ അവര് നല്ല ചീത്ത പറയും. ആരായാലും ഒന്നൊന്നുമില്ല, ഗേൾസ് ബോയ്സ് ഒന്നൊന്നുമില്ല, എപ്പോഴായാലും ആരായാലും. അതുകൊണ്ട് സാലറിക്കും അതിനകത്തൊരു വ്യത്യാസമൊന്നുമില്ല. മീൻസ് പെൺകുട്ടികൾക്ക് വേറെ കുറച്ച് സാലറി അങ്ങനെയൊന്നുമില്ല, സെയിം ആണ്. സെയിം ആ റാങ്ക് വന്നു കഴിഞ്ഞാൽ 4th എഞ്ചിന് അതൊക്കെ ഇത്ര സാലറിയാണ്. അത് ആർക്കായാലും അങ്ങനെയാണ്. റാങ്കിങ്ങിനാണ് സാലറി. ഓരോ കഴിയുമ്പോ ഓരോ റാങ്കിനും ഓരോരോ എക്സാം എഴുതിയോണ്ട് വേണം പോയോണ്ടിരിക്കാൻ. ഇത് ഓരോ പ്രൊഫഷർഷിപ്പിൽ കയറുമ്പോ നിങ്ങൾക്ക് മെഡിക്കൽ ചെക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ട്. മെഡിക്കൽ ഉണ്ട്. അതൊക്കെ എത്ര വയസ്സ് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ജോലി ചെയ്യാം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അത് ചെയ്യാം. ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ അവിടെ 65-67 ക്യാപ്റ്റൻസ് ആയിട്ടും ചീഫ് എഞ്ചിനീയേഴ്സ് ആയിട്ടും ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതെ, അവർ ഭയങ്കര ഹെൽത്തിയാണ്. ഓ അടിപൊളി. മാനേജ്മെന്റ് ലെവലിലെ ആൾക്കാരാണ്. അപ്പൊ അവര് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അടിപൊളിയാണ്. എല്ലാവരും കളിക്കാനും വരും. എല്ലാരും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. അതെ. എങ്ങനെയാ ബാക്കിയുള്ള സമയമൊക്കെ ഇപ്പൊ കളിക്കാന്നൊക്കെ പറഞ്ഞപ്പോ എങ്ങനെയാ ബാക്കിയുള്ള സമയമൊക്കെ എന്തെങ്കിലും അങ്ങനെ റിക്രിയേഷൻ ഉണ്ട്? 8 to 5 വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് റെഡി ഭക്ഷണം കഴിക്കാൻ പോകും. 5 o'clock 5:30 ആകുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കണം. 5 to 7 ഉള്ളിൽ കഴിക്കണം എന്നാ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും അല്ലെങ്കിൽ TT കളിക്കാൻ പോകും. ടേബിൾ ടെന്നീസ് എല്ലാരും കൂടെ കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ പോകും. നമുക്ക് റെക്രിയേഷൻ റൂം ഉണ്ട് ഇതേപോലെ. TV ഒക്കെ വലിയ TV ഉണ്ട്. എല്ലാവരും കൂടെ ഇരുന്ന് എന്തെങ്കിലും സിനിമയൊക്കെ വെച്ചിട്ട് ഇരുന്ന് കാണും. എല്ലാവരും ഒരുമിച്ചിരിക്കും. അങ്ങനെ എല്ലാ ദിവസവും അതേപോലെ പോയോണ്ടിരിക്കും. അതൊക്കെയാണ് ഒരു നേരം പോക്കല്ലേ ശരിക്കും. അതിപ്പോ നമ്മള് റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കാന്ന് വെച്ച് കഴിഞ്ഞാല്
6 മാസം ഭയങ്കര ഹെല്ലായിരിക്കും നമുക്ക്. ആരോടും മിണ്ടാണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ എല്ലാരോടും സംസാരിച്ചും കളിച്ചും ഇതൊക്കെ ഇരുന്നാണെങ്കിൽ സമയം പോണത് അറിയില്ല. കാരണം വെച്ചാല് ഇതൊരു മെന്റൽ ഒരു ഹെൽത്തിനും ഒരു ബാധിക്കുന്ന ഒരു ജോബാണല്ലോ അല്ലെ. കാരണം നമ്മുടെ ക്രൂ എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. ഇപ്പൊ ക്രൂ ഒരുമാതിരി മോശം ക്രൂ ആണെങ്കിൽ 6 months എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് തീർക്കാൻ. അടിച്ചു പൊളിക്കുന്ന നല്ല കൂളായിട്ടുള്ള ക്രൂ കിട്ടിക്കഴിഞ്ഞാൽ ഈ 6 months പോണത് അറിയില്ല. അതാണ്. എന്താണ് പ്ലാൻ ഇനി? കല്യാണമൊക്കെ കഴിഞ്ഞ് ഇതില് കണ്ടിന്യൂ കണ്ടിന്യൂ. അതെ, കല്യാണം കഴിക്കാൻ പോകുന്ന ആളോടുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ്. അറിയണം. അത് ഇപ്പൊ എന്തായാലും നമ്മൾ ഇതിൽ കയറി. സോ ചീഫ് എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് വരെ എത്തണം എന്നുണ്ട്. പകുതിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മള് എന്തായാലും ഇതുവരെ എത്തി. പകുതിയും കൂടി ചെയ്യാലോ രീതിയിലാണ്. ഇനി എത്ര സ്റ്റേജുകൾ ഉണ്ട് ഇനി? ഞാനിപ്പോ 4th എഞ്ചിനീയർ ആണ്. ഇനിയിപ്പോ എനിക്ക് ഒരു 2 കോൺട്രാക്ട്സും കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ 3rd ആയിട്ട് മാറും. 3rd എഞ്ചിനീയർ. അത് പ്രൊമോഷണൽ ഷിപ്പ് തന്നെ തരും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു സീ ടൈം ഉണ്ട്. ഇതേപോലെ 12 months 16 months ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് 2nd എഞ്ചിനീയർ ആയിട്ടാ. ആ 2nd എഞ്ചിനീയർ എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ചെയ്യണം. ക്ലാസ് 2 എക്സാം ചെയ്ത് പാസ്സായി കഴിഞ്ഞാലേ നമ്മള് 2nd എഞ്ചിനീയർ ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അതേപോലെ അതും ഇത്ര മാസം കോൺട്രാക്ട് ചെയ്തിട്ട് ക്ലാസ് 1 ചീഫ് എഞ്ചിനീയർ ലൈസൻസ് എടുക്കണം വീണ്ടും. ഇനി 2 എക്സാമും കൂടി വരുന്നുണ്ട്. ഇതൊന്നും അല്ല ഇവിടെ റിസ്ക് എന്ന് പറയുന്നത് ഷിപ്പിലെ. ആകെ ഈ ഓയിൽ നമ്മൾ എടുക്കണമെന്നുണ്ടല്ലോ. വേറെ ബാർജിന്ന് നമ്മൾ ഈ പൈപ്പ് എടുത്തിട്ട് ഹോസ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഷിപ്പിലോട്ട് കൊടുക്കുമ്പോ അവിടെ എന്തെങ്കിലും ഓയിൽ ലീക്ക് ആയിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. ചീഫ് എഞ്ചിനീയർ ബാക്കിയുള്ള എല്ലാരും ജയിലിൽ പോവാം. പൊല്യൂഷൻ ഭയങ്കര ഇതാണ്. ഒരു തുള്ളി പോലും പുറത്തു വരുതെന്ന് അറിയാം. അതേപോലെ സീവേജ് ഞാൻ പറഞ്ഞല്ലേ എന്റെ അത് ഇതേപോലെ ഇത്ര നോട്ടിക്കൽ മൈൽ അവേ ആയിട്ടാണ് സീവേജ് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, കളയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പോർട്ടിലൊക്കെ പോകുമ്പോ ഇത് എവിടെയെങ്കിലും ഇതായി കഴിഞ്ഞാൽ അപ്പോഴും തന്നെ സെയിം ജയിലിൽ പോവാം. അതൊക്കെ പൊല്യൂഷൻ ചെയ്യണത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇതിൽ. ഫാമിലിനെ പറ്റി ഒന്ന് പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശേഷം. അച്ഛൻ, അമ്മ, അനിയൻ? അച്ഛൻ ഫസ്റ്റ് പുറത്തായിരുന്നു എല്ലാം ചെയ്തിരുന്ന, ലൈക്ക് ഒമാൻ അങ്ങനെ അവിടെയായിരുന്നു. ബേസിക്കലി ആദ്യമൊക്കെ ചെന്നൈയിലായിരുന്നു അല്ലേ? അച്ഛൻ പഠിച്ചതൊക്കെ അല്ലെ ചെന്നൈയിലല്ലേ? ഞാൻ ചെറുപ്പത്തിൽ ഓർമ്മയുണ്ട് അച്ഛൻ ഇങ്ങനെ വന്ന് ഇവിടെ സെറ്റിൽ ഇങ്ങനെ വന്നതൊക്കെ. അതെ, തൃച്ചി അവിടേക്കാണ് പഠിച്ചത്. കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോ എന്താ ഡ്രൈവിംഗ് ഇഷ്ടമാണ് ഭയങ്കരമായിട്ട്. സോ കാറൊക്കെ ഓടിക്കും. അതേപോലെ ടാക്സിന്റെ കുറച്ച് കാറുണ്ട്. അപ്പൊ നമ്മള് ടാക്സി ഇങ്ങനെ പലതരം ബിസിനസ്സുകള് എന്ത് വേണമെങ്കിലും. ഇപ്പൊ ഫ്ലവേഴ്സിന്റെ മുല്ലപ്പൂ അതിന്റെ ഒക്കെ തട്ട് വെച്ചിട്ടുണ്ട് ഗുരുവായൂര്. അപ്പൊ അതും ഉണ്ട് ആൾക്ക്. പിന്നെ ശബരിമല റോപ്പ് വേ അതിന്റെ ഇതിലും പാട്ടാണ്. ഇപ്പോ അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ കോള് വന്നു കഴിഞ്ഞാൽ അവിടെയും പോണ്ടി വരും. അങ്ങനെ ഒരു രീതിയിലാണ് അച്ഛൻ. പിന്നെ കൃഷിയുണ്ട്. കൈൻഡ് ഓഫ് അങ്ങനെ. ഊട്ടിയില്. അമ്മ ഹൗസ് വൈഫ് ആണ്. പക്ഷെ അമ്മയ്ക്ക് എന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാറ്ററിംഗ് സർവീസസ് അങ്ങനെയുണ്ട്. പൊളിറ്റീഷ്യൻ ആണ്. ബിജെപിയുടെ ഗുരുവായൂരത്തെ പ്രധാനപ്പെട്ട ആളാണ്. അതെ. പിന്നെ മണ്ഡലം മോർച്ച പ്രസിഡന്റും കൂടിയാണ് ആള് ഇപ്പോ. ഇങ്ങനെ അമ്മ ഒരു രീതിയില്. അനിയൻ പഠിക്കുകയാണ്. 3rd year ആണ് ഇപ്പോ. BSc നോട്ടിക്കൽ സയൻസ് ഇത് തന്നെ. പക്ഷെ ഡെക് സൈഡ് ആണ് അവൻ. അവിടെയാണ് അമെറ്റ് കോളേജ് ചെന്നൈ, അവിടെയാണ് പഠിക്കുന്നത്. എന്താ ആളുടെ പേര്? അരവിന്ദ്. അതെ. ഫാമിലിനെ പറ്റി പറഞ്ഞപ്പോ അച്ഛനും അമ്മയും ഇതിൽ ആരാണ് എന്താ പറയാ റിയൽ മെന്റേഴ്സ്? അച്ഛൻ തന്നെയാണ്. അതെ, അച്ഛൻ നല്ല ഫ്രണ്ട്ലി ആണ്. അപ്പൊ ഞാൻ എന്തോ പറഞ്ഞാലും ഓക്കെയാണ്. നീ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. നല്ല സപ്പോർട്ട് ചെയ്യുന്നത് ആളാണ്. പിന്നെ അത് സപ്പോർട്ട് ആവുമ്പോ അമ്മ അതിന്റെ സൈഡിൽ കൂടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഇന്ന സ്ഥലത്തേക്ക് പോവരുത്, അങ്ങനൊന്നുമില്ല. നല്ല ധൈര്യം ഉണ്ട് അച്ഛനും അമ്മയ്ക്കും. എവിടെ വേണേ പോയിക്കോ. അമ്മയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ പറയാം? എന്തെങ്കിലും വലിയ ടെൻഷനൊക്കെ പറയാറുണ്ടോ അമ്മ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ശ്രദ്ധിക്കണം, എവിടെ പോയാലും ശ്രദ്ധിക്കണം. അറിയാത്ത സ്ഥലമൊക്കെയാണ്, അപ്പൊ ശ്രദ്ധിക്കുക. അതേയുള്ളൂ. അച്ഛൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അവൾക്കറിയാം, കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന് അച്ഛൻ ഇങ്ങനെ പറയണ്ടായിരുന്നു, അച്ഛൻ ആങ്കറിനെ വിളിച്ചിട്ടുണ്ട്, അവള് നന്നായിട്ട് പാട്ട് പാടും, അവളെ കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു. ഒരു 2 പേര് പാട്ട് കൂടി പാടി. അന്ന് പാടിയ പാട്ടായാലും മതി. വേണമെന്നില്ല, ഇഷ്ടമുള്ള പാട്ട് വേണം.
அம்புலியில் நனைந்து சந்திக்கிற பொழுது அன்பு கதை பேசி பேசி விழையுது இரவு. 7 கடல் தாண்டிதான் 7 மலை தாண்டிதான் என் கருத்து வச்சு கிட்ட ஓடி வரும் மனது. நாம சேர்ந்து வாழும் காட்சி ஓட்டு பார்க்கிறேன். காட்சியாகும் நிஜமா மாற ஓட்டு பார்க்கிறேன். சாமி பார்த்து கும்பிடும் போது நீ தானே நெஞ்சில் இருக்க. உருகுதே மருகுதே ஒரே பார்வையாலே உலகமே சுழலுதே. உன்னை பார்த்ததாரே தங்க முருகதா அங்க கரையதா வெக்க முருகதா முத்தம் தொடருதா சுற்றி தானே போகிறேயே மாமா கொஞ்சம் நாளா. Thank you. വൗ സൂപ്പർ. Thank you. അപ്പോ എല്ലാവിധ ആശംസകളും Thank you. സ്വപ്നങ്ങളെല്ലാം പൂർത്തിയാകട്ടെ. Thank you. താങ്ക് യു സോ മച്ച്. Thank you.